ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഹെഡ് ടു ഹെഡിൻ്റെ 10ാമത്തെ എപ്പിസോഡാണ്. ഈ എപ്പിസോഡ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ കാണിക്കുന്നത് ഇപ്പോൾ ജിന്നാണെങ്കിൽ ഉറക്കെഴുന്നേൽക്കുമ്പോഴത്തേക്കും ജെയിൻ അവിടെ ബെഡിൽ കാണുന്നില്ല. അവനിങ്ങനെ തിരിഞ്ഞു നോക്കുന്ന ടൈമിൽ ജയ് ഉറക്കത്തിൽ നടന്നുകൊണ്ട് ബാൽക്കണിയുടെ അടുത്തേക്ക് ചെല്ലുന്നതാണ് ഇവൻ കാണുന്നത്. ടെൻഷനായിട്ട് ഇവൻ ഓടി ചെന്ന് ജെയിനെ തടയുന്നുണ്ട്. ആ സമയം ജയാണെങ്കിൽ ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കാണ്. ജിന്നപ്പോൾ നീ എന്തേ ചെയ്യുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ജയാണെങ്കിൽ എനിക്ക് എന്താ സംഭവിക്കുന്നതെന്ന് അറിയത്തില്ല, നീ ഓക്കെയാണോ, ഇത് ശരിക്കും നീ തന്നെയാണെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. ആ ടൈമിൽ ജിന്നാണെങ്കിൽ നീ സ്വപ്നത്തിൽ കണ്ട പോലെ തന്നെ ഒന്നും നടന്നിട്ടില്ല, ഞാൻ ശരിക്കും ഓക്കെയാണ്, എനിക്കൊരു കുഴപ്പമില്ല, നീ സമാധാനിക്കാൻ പറഞ്ഞിട്ട് അവനാണെങ്കിൽ ജെയിനെ സമാധാനിപ്പിക്കുന്നുണ്ട്. ജെയിനെ ഒന്ന് കിസ് ചെയ്യുകയും കൂടെ ചെയ്യുന്നുണ്ട്. ഈ ഒരു സീനെല്ലാം തന്നെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൻ്റെ എൻഡിങ്ങിൽ കണ്ടതാണ്. ഈ ഒരു എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിലും ഇത് തന്നെയാണ് കാണിക്കുന്നത്. അതിനുശേഷം കാണിക്കുന്നത് വാനും മായും കൂടെ ആയിട്ട് ഒരു ക്ലബിലേക്ക് പോയി ഡ്രിങ്ക് ചെയ്യുന്നതാണ്. അവിടെ പക്ഷേ മായാണെങ്കിൽ വാനിൻ്റെ അടുത്ത് ഫാമിൻ്റെ അവൻ്റെ കാര്യങ്ങളെല്ലാം സംസാരിച്ച് ചോദിച്ചറിയുന്നുണ്ട്, ശരിക്കും നീ ഫാമും ബോയ് ഫ്രണ്ട്സ് ആണെന്നൊക്കെ. ആ ടൈമിന് വാൻ അതെ ഞാൻ തന്നെയാണ് അവൻ്റെ അടുത്ത് ബോയ് ഫ്രണ്ട്സ് ആയാലും നീ ഇങ്ങനെ ചോദിച്ചെന്ന് പറയുന്നുണ്ട്. ആ ടൈമിന് അപ്പോൾ പിന്നെ നിനക്ക് അവനെ നേരത്തെ ഇഷ്ടമായിരുന്നോ എന്നിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും അത് പിന്നെ ഞാനും അവനിങ്ങനെ ഒരുമിച്ച് കുറേ താമസിച്ചൊന്നുമില്ലേ, പിന്നെ റൂംമേറ്റ്സ് ആയിരുന്നപ്പോൾ അവനെന്നെ ഭയങ്കരമായിട്ട് കെയർ ചെയ്തു, പിന്നെ കുറച്ച് സമയമായിട്ട് തന്നെ അവന് എൻ്റെ അടുത്ത് ഫീലിങ്സ് ഉണ്ടെന്നുള്ള കാര്യം ഞാൻ മനസ്സിലാക്കിയിരുന്നു എന്ന് പറയുന്നുണ്ട് മായി. അപ്പോൾ അത് മനസ്സിലാക്കിയതിന് ശേഷമാണോ നിനക്ക് അവനോട് ഫീലിങ്സ് തോന്നി തുടങ്ങിയെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയം വേണമെങ്കിൽ അതിന് എനിക്കങ്ങനെ തോന്നിയിട്ടില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം പിന്നെ എന്തിനാ നീ അവൻ്റെ അടുത്ത് ഡേറ്റ് ചെയ്യാമോ എന്ന് ഇങ്ങനെ ചോദിച്ചത്, പരസ്പരം ഡേറ്റ് ചെയ്യുന്നവർ സ്നേഹിക്കുകയല്ലേ വേണ്ടത്, നീയാണെങ്കിൽ സ്നേഹിക്കാതെ എന്തിനാ അവൻ്റെ അടുത്ത് പിന്നെ അങ്ങനെ ചെയ്തതെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയം വേനാണെങ്കിൽ അത് പിന്നെ എൻ്റെ ലൈഫിൽ എൻ്റെ പാരൻസ് പോയതിന് ശേഷം എന്നെ ഭയങ്കരമായിട്ട് കെയർ ചെയ്യാൻ നോക്കുകയും ചെയ്തത് അവനാണ്. അപ്പോൾ പിന്നെ എനിക്ക് അവൻ എൻ്റെ കൂടെ വേണമെന്ന് തോന്നി, പിന്നെ ഇങ്ങനെ ബോയ് ഫ്രണ്ട്സായിട്ട് മുന്നോട്ട് പോകുമ്പോഴത്തേക്കും അവൻ്റെ അടുത്ത് എനിക്ക് കുറച്ച് ഫീലിങ്സ് തോന്നുമെന്നും ഞാൻ വിചാരിച്ചു എന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ മായിക്ക് ദേഷ്യം വരുന്നുണ്ട്. അവൻ ഹാർഷായിട്ട് തന്നെ വാനിനോട് പറയുന്നുണ്ട്, നീ എന്തിനാ ഫാമിനോട് ഇങ്ങനെ ചെയ്യുന്നത്, നീ എന്തിനാ അവൻ്റെ ഫീലിങ്സ് ഇങ്ങനെ പാവേനെ പോലെ വെച്ച് കളിക്കുന്നത്, ഇത് ഫാമാണ്, നീ എന്തിനാണ് അവനോട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പോകുന്നത്, നിനക്ക് അവൻ നിൻ്റെ കൂടെ നിൽക്കണമെന്ന് എഴുതിയിട്ട് ഉടനെ തന്നെ പിടിച്ചങ്ങ് ബോയ് ഫ്രണ്ട് ആക്കുക, അവൻ്റെ ഫീലിങ്സ് വെച്ച് നീ കളിക്കുവാണോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. ആ സമയം ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് ചെയ്തല്ല എന്ന് പറയുന്നുണ്ട്. ആ ടൈമിന് മായാണെങ്കിൽ നീയാണെങ്കിൽ നിൻ്റെ പഴയ എക്സിൻ്റെ അടുത്തൊക്കെ ഓരോരോ പരിപാടികൾ കാണിക്കുന്നുണ്ടായിരിക്കും. ആ ടൈമിനെല്ലാം തന്നെ ഞങ്ങളെല്ലാവരും നിൻ്റെ അടുത്ത് വന്ന് സംസാരിക്കും അങ്ങനെ ചെയ്യല്ലേ എന്ന്, എന്നാൽ ഇത് ഫാമാണ്, നീ ഫാമിനോട് ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് പറയുന്നുണ്ട്. ആ ടൈമിന് വാനാണെങ്കിൽ നീ ഇത്രയും ദേഷ്യപ്പെടുന്ന എന്താണെന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും മായാണെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ഒരു കാര്യം പറയാം, ഫാമാണെങ്കിൽ നിന്നെ വിട്ട് ഒരിക്കലും പോകത്തില്ലായിരുന്നു, അതായത് നീയായിട്ട് വരുത്തി വെച്ചതാണ്, നോക്കിക്കോ നിൻ്റെ ലൈഫിൽ നിന്ന് തന്നെ ചിലപ്പോൾ നിനക്കത് നഷ്ടപ്പെട്ടെന്നിരിക്കും, ഒരു ലോജിക്ക് ഇല്ലാതെയാണ് നീ പെരുമാറുന്നത്, നീയായിട്ട് നിൻ്റെ ഈ വൃത്തിയുടെ സ്വഭാവം പുറത്തെടുത്താണ് ഇങ്ങനെ ഓരോന്ന് കാണിച്ചു കൂട്ടുന്നതെന്ന് പറഞ്ഞിട്ട് മായി അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. അടുത്ത് പിന്നീട് ജിന്നിനെയും ജെയിനെയും കാണിക്കുമ്പോൾ ജയ് വീണ്ടും ഉറങ്ങി തുടങ്ങിയിട്ടുണ്ടായിരുന്നു ബെഡിലേക്ക് കിടന്നിട്ട്. ആ ടൈമിൽ അവൻ പെട്ടെന്ന് ഇങ്ങനെ ഉറക്കം എഴുന്നിട്ട് നോക്കുമ്പോഴത്തേക്കും ജിന്ന് ഉറങ്ങാതെ അവൻ്റെ അടുത്ത് ഇരുന്നിട്ട് ടവലൊക്കെ വെച്ചിട്ട് അവൻ്റെ ദേഹം ഇങ്ങനെ തുടച്ചു കൊടുക്കുന്നതാണ് കാണുന്നത്. ജയ് അപ്പോൾ ഉറക്കം എഴുന്നേറ്റിട്ട് നീ എന്തായി ചെയ്യുന്നതെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ജിന്ന ആ ടൈമിൽ നീ നന്നായിട്ട് പനിക്കുന്നുണ്ട്, നീ ഉറങ്ങിക്കോ, ഞാനാണെങ്കിൽ നിന്നെ നോക്കിക്കോളാം എന്ന് പറയാണ്. ആ ടൈമിൽ ജയാണെങ്കിൽ എല്ലാം ഞാൻ ഹാൻഡിൽ ചെയ്യാം, നീ എനിക്ക് വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. ജിന്ന ആ ടൈമിൽ നീ എന്തിനെക്കുറിച്ചാണ് ഉദ്ദേശിക്കുന്നതെന്നൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല, പക്ഷേ നിനക്കെല്ലാം ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പുണ്ടെന്ന് ഇങ്ങനെ പറയാണ്. അടുത്ത് ഫാമിനെ കാണിക്കുന്ന ടൈമിന് അവനാണെങ്കിൽ വീട്ടിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അവനിപ്പോഴും ഭയങ്കര ദേഷ്യമുണ്ട് വാനിൻ്റെ അടുത്ത്. അങ്ങനെ അവൻ എന്തെങ്കിലും ചിന്തിച്ചിരുന്നിട്ട് ബെഡിൻ്റെ സൈഡിലുള്ള ഡ്രോയർ ഓപ്പൺ ചെയ്യാണ്. മുൻപൊരിക്കൽ വാനാണെങ്കിൽ ഡ്രിങ്ക് ചെയ്തിട്ട് വരുന്ന ടൈമിന് അവൻ്റെ ഫോൺ ഇങ്ങനെ പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നല്ലോ, ആ ഒരു ഫോണാണെങ്കിൽ ഇപ്പോൾ ആ ഒരു ഡ്രോയറിൻ്റെ അകത്ത് ഇരിക്കുന്നുണ്ടായിരുന്നു. മേ ബി അതിനകത്തെടുത്ത് എന്തെങ്കിലും നോക്കാനാണെന്നൊന്നും അറിയത്തില്ല. എന്തായാലും ഫാമാണെങ്കിൽ ഡ്രോയർ ഓപ്പൺ ചെയ്തിട്ട് അതൊക്കെ തന്നെ അവൻ നോക്കുന്നുണ്ട്. അടുത്ത് വാനിനെ കാണിക്കുമ്പോൾ അവൻ ഇങ്ങോട്ട് നടന്നു പോകുന്ന ടൈമിന് മായി അവനെ കോൾ ചെയ്തിട്ട് നീ ഇപ്പോൾ എവിടെയുള്ളത്, നേരത്തെ പെട്ടെന്ന് ദേഷ്യപ്പെട്ടതിന് സോറി, ഞാൻ നിന്നെ ഒന്ന് പിക്ക് ചെയ്യാം, എവിടെയുള്ളതെന്ന് പറയാനായിട്ട് ആവശ്യപ്പെടുന്നുണ്ട്. ആ സമയം വാനാണെങ്കിൽ വേണ്ടെന്ന് പറയുമ്പോൾ മായാണെങ്കിൽ ഇതേ ചുമ്മാ നീ എൻ്റെ അടുത്ത് പിണക്കം കാണിക്കല്ലേ, നീ പിന്നെ വേറെ എവിടെ സ്റ്റേ ചെയ്യാനാണ്, ഞാൻ നിന്നെ പിക്ക് ചെയ്യാം എവിടെയാണെന്ന് പറയാനായിട്ട് ആവശ്യപ്പെടുന്നുണ്ട്. വാനപ്പോൾ അയ്യോ അതുകൊണ്ടൊന്നുമല്ല, ഞാനിപ്പോൾ ഫാമിൻ്റെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്, അവനായിട്ട് കണ്ട് സംസാരിക്കാനായിട്ട് പോവാണെന്ന് പറയുന്നുണ്ട്. ആ സമയം നിനക്ക് എന്താണ് കുഴപ്പം, നീ ഇപ്പോൾ എന്തിനാ അങ്ങോട്ടേക്ക് കയറി ചെല്ലുന്നത്, നിനക്കറിയത്തില്ലേ ഫാമിന് ദേഷ്യം വന്നു കഴിഞ്ഞാൽ അവൻ എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത്, ചുമ്മാ അങ്ങോട്ടേക്ക് കയറി ചെന്ന് അവൻ്റെ നിന്ന് വാങ്ങി പിടിക്കണ്ടെന്ന് പറയുന്നുണ്ട്. ആ ടൈമിന് വാനാണെങ്കിൽ അവനെന്നെ ഒന്നും ചെയ്യത്തില്ലെന്ന് പറയുമ്പോൾ മായാണെങ്കിൽ ശ്രദ്ധിച്ചും കണ്ടുപോക്കോ, പിന്നെ അവിടെ ചെന്നിട്ട് അവനെ വിഷമിപ്പിക്കാനുള്ള വേറെ വേലത്തിലൊന്നും കാണിച്ചേക്കില്ലെന്ന് പറഞ്ഞിട്ട് മായി കോൾ കെട്ടിയുന്നുണ്ട്. എന്നിട്ട് മായി അവന് കുറേ മെസ്സേജ് കൊണ്ട് ഇടുന്നുണ്ട്. നിനക്ക് അവൻ ഇഷ്ടമല്ലെങ്കിൽ അത് നീ ഓപ്പണായിട്ട് പറയണം, ഇഷ്ടമല്ലാതെ ഇങ്ങനെ ഇഷ്ടമുണ്ടെന്നും പറഞ്ഞ് അഭിനയിച്ചുകൊണ്ടിരിക്കരുത്, അതായിരിക്കും പിന്നീട് കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ കൂടുതൽ ഹേർട്ട് ചെയ്യാൻ പോകുന്നത്. പിന്നെ നിനക്ക് അവൻ്റെ അടുത്ത് എന്താണോ ഫീൽ ചെയ്യുന്നത് അതങ്ങ് തുറന്ന് പറയാം, അവനെ എന്നെ ഒരുപാട് ഇഷ്ടമാണ്, നീയായിട്ട് അവനെ ഇനി വേദനിപ്പിക്കരുത്, ബ്രേക്കപ്പ് എങ്കിൽ ബ്രേക്കപ്പ്, വെറുതെ അവനെ വേദനിപ്പിച്ചിട്ട് ഇനി കാര്യങ്ങൾ എക്സ്ട്രീം ആക്കരുത്, എന്താവശ്യം ഉണ്ടെങ്കിലും തന്നെ വിളിച്ചാൽ മതി എന്നിങ്ങനെ പറയുന്നുണ്ട്. അതിങ്ങനെ വായിച്ചു കഴിയുമ്പോഴത്തേക്കും താങ്ക് യു എന്നൊക്കെ പറഞ്ഞിട്ട് തിരിച്ച് അവനൊരു മെസ്സേജ് ഇടുന്നുണ്ട്. അതിനുശേഷം വാനാണെങ്കിൽ നേരെ ഫാമിൻ്റെ റൂമിലേക്ക് പോവാണ്. ആ ടൈമിന് ഫാമാണെങ്കിൽ ബാൽക്കണിയിൽ അവിടെ നിൽക്കുമായിരുന്നു. അവൻ സ്മോക്ക് ചെയ്തുകൊണ്ടായിരുന്നു നിൽക്കുന്നുണ്ടായിരുന്നത്. വാൻ നേരെ കയറി ചെന്നിട്ട് നീ എന്തിനാ ഇങ്ങനെ സ്മോക്ക് ചെയ്യുന്നത്, എനിക്കിന്നോട് സംസാരിക്കാനുണ്ടെന്ന് പറയാണ്. ആ ടൈമിന് ഫാമാണെങ്കിൽ ഇനി എന്താ സംസാരിക്കാൻ, എന്നെ ഇട്ടൊരു പൊട്ടനാക്കിയപ്പോഴത്തേക്കും നിനക്ക് സമാധാനമായി കാണല്ലോ, ഇത്രയും കളി കളിക്കുന്ന ടൈമിൽ നിനക്കാണെങ്കിൽ സത്യം പറഞ്ഞാൽ എന്തുമാത്രം തമാശയായിട്ടാണ് തോന്നിയത്, എന്തായാലും കൊള്ളാമെന്ന് പറയുന്നുണ്ട്. ആ ടൈമിൽ തന്നെ വാൻ നോക്കുമ്പോഴത്തേക്കും വാനിൻ്റെ ഒരു പഴയ ഫോൺ ഫാമിൻ്റെ കയ്യിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ വാനാണെങ്കിൽ എൻ്റെ ഫോൺ നീ ചെക്ക് ചെയ്തോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ഫാം അപ്പോൾ അതും പിടിച്ച് കാണിച്ചിട്ട് എന്തായാലും നീ ചെയ്ത പരിപാടിയൊക്കെ കൊള്ളാം, നിനക്ക് എന്തായാലും വേറെ ഒരു ഇതുണ്ടായിരുന്നില്ല, നീ എന്തിനാ എന്നോട് ഇങ്ങനെ ചെയ്തതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. വാനിൻ്റെ മുഖത്തേക്ക് ഡയറക്റ്റായിട്ട് ഇവൻ സ്മോക്ക് ചെയ്യാണ്. എന്നിട്ട് ഇവൻ ദേഷ്യത്തിൽ അവിടെ നിന്ന് അങ്ങ് നടന്നു പോകുന്നുണ്ട്.
പറയുന്നുണ്ട്. വാൻ അവിടെ നിന്ന് കരയും ചെയ്യുന്നുണ്ട്. പിന്നീട് അടുത്ത ദിവസം രാവിലെ ജയാണെങ്കിൽ നേരത്തെ ഉറക്കം എഴുന്നേൽക്കുന്നുണ്ട്. നോക്കുമ്പോഴത്തേക്കും ജിന്ന് ബെഡിൻ്റെ സൈഡിൽ ഇരുന്ന് ഉറങ്ങുമായിരുന്നു. പെട്ടെന്ന് ജിന്നു എണീക്കുന്നുണ്ട്. ജയ ആ ടൈമിലാണെങ്കിൽ അതിനെ എഴുന്നേൽപ്പിച്ച് സോറി എന്ന് പറയുമ്പോൾ ജിന്നാണെങ്കിൽ അലാറം അടിക്കുന്ന സൗണ്ടൊന്നും കേട്ടില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. ആ സമയം ജയാണെങ്കിൽ അലാറം അടിക്കാൻ ഒരു അരമണിക്കൂർ ടൈമുണ്ട്, നീ വേണമെങ്കിൽ ബെഡിൽ വന്ന് കയറി കിടന്ന് ഉറങ്ങാനേ പറയുന്നുണ്ട്. അങ്ങനെ ജിന്നും ബെഡിലേക്ക് വന്ന് കിടക്കുന്നുണ്ട്. ആ ടൈമിൽ അവൻ ജയയുടെ കൈ വിടാതെ ഇങ്ങനെ പിടിച്ചു വയ്ക്കുന്നുണ്ട്. ജയ ഇപ്പോൾ എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോഴത്തേക്കും അത് പിന്നെ ഇന്നലെ രാത്രിയിലത്തെ പോലെ നീ എഴുന്നേറ്റ് നടക്കുമെന്ന് എനിക്ക് പേടിയുണ്ടെന്ന് പറയാണ്. ജയ ആ സമയം അവൻ്റെ ഫോൺ എടുത്ത് വെച്ചിട്ട് റെക്കോർഡ് ചെയ്യാൻ തുടങ്ങിയിട്ട് ജിന്നിനോട് ചോദിക്കുന്നുണ്ട്, നിനക്കാണെങ്കിൽ എന്നെക്കുറിച്ച് ഒരു ടെൻഷൻ ഉണ്ടോയെന്ന്. ആ സമയം ജിന്ന് ഉണ്ടെന്ന് പറയുമ്പോഴത്തേക്കും നിനക്കെന്നെ അത്രയ്ക്ക് ഇഷ്ടമാണെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയം അതേന്ന് പറയുന്നുണ്ട്. ആ ടൈമിന് ആരെ ഇഷ്ടമാണെന്ന്, എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന്, അങ്ങനെയൊക്കെ ഓരോന്നിങ്ങനെ പറഞ്ഞു ഇറങ്ങി ജയിനെ ഇഷ്ടമാണെന്ന് ജിന്നിനെ കൊണ്ട് പറയിപ്പിക്കുന്നുണ്ട്. അതെല്ലാം തന്നെ ജയ റെക്കോർഡ് ചെയ്ത് വെക്കുന്നുമുണ്ട്. പിന്നീട് കാണിക്കുന്നത് അവരാണെങ്കിൽ കോളേജിലോട്ട് പോകുന്നതാണ്. പോകുന്ന ടൈമിലെല്ലാം തന്നെ ജയാണെങ്കിൽ ഈ ഒരു വീഡിയോ ഇങ്ങനെ പ്ലേ ചെയ്തായിരുന്നു പോകുന്നുണ്ടായിരുന്നു. ജിന്നാണെങ്കിൽ എടാ നിർത്തടാ മതിയടാന്ന് പറഞ്ഞിട്ട് അവൻ്റെ ഫോൺ വാങ്ങാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ജയാണെങ്കിൽ ഇല്ല, ഇത് നിന്നെ കാണാൻ ഭയങ്കര ക്യൂട്ടാണെന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ കൊടുക്കാതെ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ടൈമിലാണ് മായി ഇവർ രണ്ടുപേരുടെ അടുത്തേക്ക് ഓടി വരുന്നത്. ഇവരപ്പോൾ പേടിച്ച് പോയല്ലോ, എന്ത് പറ്റിയെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. മായി അപ്പോൾ ശരിക്കും വലിയൊരു പ്രശ്നമായിട്ടിരിക്കുകയാണെന്ന് ഇങ്ങനെ പറയാണ്. പിന്നീട് കാണിക്കുന്നത് വാനിൻ്റെ അടുത്ത് മായും ജിന്നും ജയും കൂടെ സംസാരിക്കുന്നതാണ്. ഒരു പക്ഷേ മായാണെങ്കിൽ നടന്ന കാര്യങ്ങളെല്ലാം തന്നെ ഇവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരിക്കും. എന്താണെങ്കിലും ജിന്നാണെങ്കിൽ വാനിൻ്റെ അടുത്ത് നന്നായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട്. വാനാണെങ്കിൽ ദേഷ്യപ്പെട്ടു, എൻ്റെ ഭാഗത്ത് തന്നെ തെറ്റെന്ന് പറയുന്നുണ്ട്. ആ ഒരു ടൈമിന് അങ്ങോട്ടേക്ക് ഫാം നടന്നു വരുന്നുണ്ട്. എന്നാൽ ഇവരുടെ അടുത്തേക്കല്ല, നേരെ സ്ട്രെയിറ്റ് അങ്ങ് നടന്നു പോവാണ്. അപ്പോൾ ഫാമിൻ്റെ അടുത്ത് സംസാരിക്കാനായിട്ട് വാൻ ഓടി ചെല്ലുന്നുണ്ട്. ഒരു പക്ഷേ ഞാൻ ആ ഗ്രൂപ്പിലുള്ളതാണ് നിൻ്റെ പ്രശ്നമെങ്കിൽ ഞാൻ ആ ഗ്രൂപ്പിൽ നിന്ന് മാറത്തരാം, നീ ബാക്കിയുള്ളവരുടെ അടുത്ത് ഞാൻ കാരണം മിണ്ടാതിരിക്കണം, നീ അവരുടെ അടുത്ത് പോയി സംസാരിച്ചോളാനായിട്ട് പറയുന്നുണ്ട്. എന്നാൽ ഫാമാണെങ്കിൽ നീ നിൻ്റെ കാര്യം നോക്കാൻ പറഞ്ഞിട്ട് അവിടെ നടന്നു പോകുന്നുണ്ട്. ഇതും കണ്ടുകൊണ്ട് ജിന്നും ജയും മായോടെ സൈഡിൽ ഇരിക്കുകയാണ്. മായാണെങ്കിൽ കാര്യം ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആണെന്ന് എനിക്ക് തോന്നുന്നു എന്നിങ്ങനെ പറയാണ്. ആ സമയം ചെയ്യുകയാണെങ്കിൽ ശരി, ബാക്കി കാര്യങ്ങൾ ഞാൻ നോക്കിക്കൊള്ളാം എന്ന് പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ഫാമാണെങ്കിൽ ലൈബ്രറിയിൽ ഒരു സൈഡിൽ എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ടിങ്ങനെ ഇരിക്കുന്നതാണ്. ആ ടൈമിന് ജയ അവൻ്റെ അടുത്തേക്ക് വന്നിരുന്നിട്ട് നമ്മൾ ഫസ്റ്റ് ടൈം ഇവിടെ വെച്ച് മീറ്റ് ചെയ്തിട്ട് ഫ്രണ്ട്സ് ആയത് നിനക്ക് ഓർമ്മയുണ്ടോ എന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഫ്ലാഷ് ബാക്ക് നമ്മളെ കാണിക്കുന്നുണ്ട്. മുമ്പാണെങ്കിൽ എപ്പോഴും ജിന്നും ജയും അടിയാണെന്നും ശത്രുക്കളാണെന്നുള്ള കാര്യം നമുക്ക് എന്നിട്ട് അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. എല്ലാ ദിവസവും ഉണ്ടാക്കുന്ന അടി പോലെ തന്നെ ഒരു ദിവസം ഇവർ രണ്ടുപേരും കൂടെ ലൈബ്രറി വെച്ച് അടി ഉണ്ടായിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ ടൈമിന് രണ്ടുപേരും നേരെ അടി ഉണ്ടാക്കി ഫാം ഇരിക്കുന്ന സ്ഥലത്തേക്ക് വരുന്നുണ്ട്. ജിന്നിൻ്റെ അടി വിടാതിരിക്കാനായിട്ട് ജയാണെങ്കിൽ ഫാമിനെ പിടിച്ച് മുന്നിൽ നിർത്തിയിട്ട് അവനാണെങ്കിൽ അടി കൊള്ളാതെ രക്ഷപ്പെട്ടോണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഫാം ഇങ്ങനെ പെട്ടുപോയതുകൊണ്ട് തന്നെ ഫാമാണെങ്കിൽ നിങ്ങൾക്കൊക്കെ എന്താ വേണ്ടത്, എന്നെ എന്തിനാ ഇങ്ങനെ ശല്യം ചെയ്യുന്നതെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പ്രസൻറ്റിലേക്ക് വരുമ്പോഴത്തേക്കും ഫാം ഇതിങ്ങനെ ആലോചിച്ചിട്ട് നിങ്ങളുണ്ടാക്കിയ ആ ഒരു അടി കാരണം ഞാനും അതിൻ്റെ അകത്തുണ്ടായിരുന്നു എന്ന് കരുതിയിട്ട് ടീച്ചർമാരാണെങ്കിൽ എൻ്റെ പേരും കൂടെ ബ്ലാക്ക് ലിസ്റ്റിൽ ആ ഒരു സെമസ്റ്ററിൽ മൊത്തം ചേർത്തില്ലേ എന്നിങ്ങനെ പറയുന്നുണ്ട്. ആ ടൈമിന് ജയാണെങ്കിൽ അടി തുടങ്ങിയത് ജിന്നല്ല ഞാനല്ലല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട്. അത് മാത്രമല്ല നമ്മളെല്ലാവരും കൂടെ ആയിട്ട് അതിനുശേഷം ഒരുമിച്ച് ഫ്രണ്ട്സ് ആയത് നിനക്ക് ഓർമ്മയുണ്ടോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ ടൈമിന് ആ ഒരു ഫ്ലാഷ് ബാക്ക് നമ്മളെ കാണിക്കുന്നുണ്ട്. ഈ ഒരു സിറ്റുവേഷന് ശേഷം ജിന്നും ജയും കൂടെ പുറത്തേക്ക് വരുന്ന ടൈമിന് കൂടെ ഫാമും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. പുറത്ത് ഇവരെ വെയിറ്റ് ചെയ്ത് ഓൾറെഡി ജിന്നിൻ്റെയും ജയുടെയും ഫ്രണ്ട്സ് ആയിട്ടുള്ള മായും പിന്നെ വാനും അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവർ വന്നിട്ട് എന്തായി, അടിയൊക്കെ തീർന്നോ, ആര് ജയിച്ചു എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഫാം ആ സമയം ഇവരുമായിട്ട് വലിയ പരിചയമൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അവിടെ നിന്ന് പോകാനേ നിൽക്കുന്നുണ്ട്. എന്നാൽ ഇല്ല നീ പോകണ്ട, നീയും നിൽക്ക്, നമ്മളെല്ലാവരും ഇപ്പോൾ ഫ്രണ്ട്സ് അല്ലേ, നമുക്ക് ഒരുമിച്ച് ഫുഡ് കഴിക്കാനൊക്കെ പോകാമെന്ന് പറയുന്നുണ്ട്. ആ ടൈമിന് വാനും നീ നമ്മുടെ പുതിയ ഫ്രണ്ടല്ലേ വാ എന്ന് പറഞ്ഞിട്ട് ഇവനെ വിളിച്ചുകൊണ്ടാണ് പോകുന്നത്. അങ്ങനെ ഇവരെല്ലാവരും നേരെ ക്യാൻറ്റീനിലേക്ക് ചെന്നിരിക്കുന്നുണ്ട്. ഓരോ ഡ്രിങ്ക്സൊക്കെ ഓർഡർ ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ടൈമിന് മായാണെങ്കിൽ ഫാമിൻ്റെ ഫുൾ നെയിം കാണുന്നുണ്ട്. കാണുമ്പോൾ ഷോക്കായി പോകുന്നുണ്ട്. കാരണം ഇവർ ഈ പഠിക്കുന്ന കോളേജിൻ്റെ ഓണർ, ഈ ഓണറിൻ്റെ പേരെന്താണോ അതാണ് ഇവൻ്റെ സെക്കൻഡ് നെയിമായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ അയാളുടെ ഫാമിലി ആരെങ്കിലും ആയിരിക്കും ഇവനെന്ന് കരുതിയിട്ട് അവൻ്റെ അടുത്ത് അതിനെപ്പറ്റി ചോദിക്കുന്നുണ്ട്. ഫാമാണെങ്കിൽ താൻ ജസ്റ്റ് ഒരു ഡിസ്റ്റൻറ്റ് റിലേറ്റീവ് ആണെന്ന് മാത്രം പറയുന്നുണ്ട്. എന്നാൽ അത് കേൾക്കുമ്പോൾ തന്നെ ഇവർ ഷോക്കാവുകയാണ്. കാരണം ഈ ഒരു ഓണർ എന്ന് പറയുന്ന വ്യക്തി, അയാളെന്ന് പറയുന്നത് ഈ തായ്ലാൻഡിൽ തന്നെ വെൽത്തിയസ്റ്റ് ഫാമിലീസിൽ 5 ഫാമിലീസ് വരുന്നതിൽ ഒന്നാണ്. അപ്പോൾ ഫാം എന്തുമാത്രം റിച്ച് ആയിരിക്കും എന്ന് ഇവരിപ്പോൾ ചിന്തിക്കുന്നുണ്ട്. എന്നാൽ ഫാമാണെങ്കിൽ ഞാൻ റിച്ചൊന്നുമല്ല, ഞാൻ ജസ്റ്റ് വകയിലൊരു ബന്ധുവായിട്ട് വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. എന്നാൽ അവരെ സത്യം പറഞ്ഞാൽ വിശ്വസിക്കുന്നില്ല. ആ ടൈമിന് വാനാണെങ്കിൽ ഫാമിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് നീ എന്തെങ്കിലും എപ്പോഴും ഒറ്റയ്ക്കിരിക്കുന്നത്, എന്തൊക്കെയോ കാര്യങ്ങളുണ്ടല്ലേ, കുഴപ്പമില്ല, എല്ലാം മനസ്സിലാക്കി മറികടന്ന് വരാനായിട്ടുള്ള കഴിവ് എനിക്കുണ്ടെന്ന് പറയുന്നുണ്ട്. ആ ടൈമിന് ജയാണെങ്കിൽ സോറി അവ ഇച്ചിരി വായാടിയാണെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് വാനിനോട് ഇങ്ങനെ നടന്ന് ബഹളം വെച്ചതിന് സോറി പറയാനും പറയുന്നുണ്ട്. എന്നാൽ വാൻ സോറി പറയുന്നതിന് വരെ നീ ഒന്ന് മനസ്സ് വെച്ചാൽ നിന്നെ നമ്മുടെ ഫ്രണ്ട് ഗ്രൂപ്പിൽ ഞാൻ ആഡ് ചെയ്യാം, ജോയിൻ ചെയ്യിപ്പിക്കാം, എങ്കിൽ നമ്മൾ ഇപ്പോൾ ഒരുമിച്ച് ഒരു ഫ്രണ്ട് ഗ്രൂപ്പ് ആവാൻ പോവുകയാണെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ജിന്ന ടൈമിനോട് സോറി പറയുമ്പോൾ നീ ഇതാണോ പറയുന്നത്, അവന് നമ്മുടെ ഫ്രണ്ട് ആവാൻ താല്പര്യം ഉണ്ടോ എന്ന് പോലും ചോദിച്ചില്ലല്ലോ എന്ന് പറയുന്നുണ്ട്.
സമയം ജയ തന്നെ നേരിട്ട് ഫാമിനോട് നിനക്ക് താല്പര്യമുണ്ടോ, പക്ഷേ നീ ഇങ്ങനെ ഫ്രണ്ട് ആവുന്നുണ്ടെങ്കിൽ പിന്നെ നിനക്ക് ഫ്രണ്ട്സായിട്ട് എപ്പോഴും നമ്മളുണ്ടാവും, നമ്മളോട് കറങ്ങാൻ വരണം, ഒറ്റയ്ക്ക് ലൈബ്രറിയിലൊന്നും ചെന്നിരിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട്. ഫാം ഇപ്പോൾ എനിക്കൊരു കണ്ടീഷനുണ്ട്, നോർമലായിട്ട് നല്ലൊരു സ്റ്റുഡൻറ്റിനെ പോലെ മുന്നോട്ട് പോകണം, അത്രേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. ജയും ചിന്നൊക്കെ എങ്കിലും ഒക്കെ ഇപ്പോൾ മുതൽ നമ്മൾ ഫ്രണ്ട്സ് ആണെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ പ്രസൻറ്റിലേക്ക് വരുമ്പോഴത്തേക്കും ഫാം ഇതൊക്കെ ആലോചിച്ചിട്ട് അന്നെന്തിനാ നീ എന്നെ നിൻ്റെ ഫ്രണ്ട് ആക്കിയെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയം നിനക്കാണെങ്കിൽ കറക്റ്റ് നല്ലൊരു മറുപടി വേണോ, അതോ നിന്നെ സമാധാനിപ്പിക്കാനായിട്ട് വല്ല മറുപടിയും മതിയോ എന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ഫാം അപ്പോൾ എനിക്ക് കറക്റ്റായിട്ടുള്ള കേട്ടാൽ മതി എന്നിങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ ഇവനാണെങ്കിൽ പറയാൻ തുടങ്ങുന്നുണ്ട്, അതായത് നീയാണെങ്കിൽ ഇത്രയും റിച്ച് ആയിട്ടുള്ളൊരു പയ്യനാണ്, എന്നാൽ നീ ഉപയോഗിക്കുന്ന സാധനം, താമസിക്കുന്ന രീതി, അതൊന്നും കണ്ടുകഴിഞ്ഞാൽ നീ റിച്ച് ആയിട്ടുള്ളൊരു പയ്യനാണെന്ന് തോന്നത്തേ ഇല്ല. സത്യം പറഞ്ഞാൽ നീയാണെങ്കിൽ റിച്ച് ആയിട്ടുള്ളൊരു പയ്യനാണെന്ന് അന്ന് നിൻ്റെ ലാസ്റ്റ് നെയിം കണ്ടിട്ട് ഞാൻ അറിഞ്ഞില്ലായിരുന്നെങ്കിൽ ഇത്രയും കാലമായിട്ടും ഞാനാണെങ്കിൽ ഇതൊരിക്കലും മനസ്സിലാകത്തില്ലായിരുന്നു. കാരണം എത്ര പേര് ഇതേപോലെ റിച്ചായിട്ട് അവർ റിച്ചാണെന്നുള്ള കാര്യം മറച്ചു വയ്ക്കുന്നു, ആരും ചെയ്യുന്നില്ല. പക്ഷേ നീ ഇവിടെ ചെയ്യുന്നുണ്ട്, നീയാണെങ്കിൽ സിമ്പിളായിട്ട് ജീവിക്കുന്നു. അതേ അപ്പോൾ ഫാം പറയുന്നുണ്ട്, അത് പിന്നെ എനിക്കാണെങ്കിൽ ആ ഒരു ഫാമിലിയായിട്ട് കണക്ഷനായിട്ട് മുന്നോട്ട് പോകാൻ തീരെ താല്പര്യമില്ല, എനിക്ക് സിമ്പിളായിട്ട് മുന്നോട്ട് പോകണം, അതാണ് എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നുണ്ട്. ജയ ടൈമിന് ഇപ്പോൾ നിൻ്റെ ആഗ്രഹം നടക്കുന്നില്ലേ, നിന്നെ നമ്മൾ നോർമലി ഒരാളെ പോലെ തന്നെ കൊണ്ടുപോകുന്നതെന്ന് പറയുന്നുണ്ട്. ആ ടൈമിന് അത് ശരിയാണെന്ന് പറയാണ്. ആ ടൈമിൽ ലൈബ്രറിയിൽ ഒരു സ്റ്റാഫ് വന്നിട്ട് നിങ്ങൾ പോകാൻ നോക്കുക, ലൈബ്രറി ക്ലോസ് ചെയ്യാൻ ടൈമായി എന്ന് പറയുന്നത്. അങ്ങനെ ഇവർ രണ്ടുപേരും മാത്രം എപ്പോഴും സ്മോക്ക് ചെയ്യാൻ വേണ്ടി പോയിരിക്കുന്ന റൂഫ് ടോപ്പിലേക്ക് ഇവർ ചെല്ലുന്നുണ്ട്. സ്മോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, അല്ലാതെ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുമ്പോഴും നല്ല രസമുണ്ടെന്ന് ജയ് ഇപ്പോൾ പറയുന്നുണ്ട്. ആ ടൈമിന് ഫാമാണെങ്കിൽ ആക്ച്വലി എനിക്കാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട് ഗ്രൂപ്പിൽ ഇനി നിൽക്കണമെന്നില്ല, ഞാൻ കാരണം നിങ്ങളാണെങ്കിൽ ഇനി ബുദ്ധിമുട്ടണമെന്ന് എനിക്ക് താല്പര്യമില്ല. നിങ്ങളുടെ ഗ്രൂപ്പിൽ അവസാനമായിട്ട് ജോയിൻ ചെയ്ത് ഞാനല്ലേ, അപ്പോൾ ഇറങ്ങിപ്പോവേണ്ടതും ഞാൻ തന്നെയാണ്. ഞാൻ കാരണം ഇനി നിങ്ങളുടെ ഇടയിൽ വേറെ സെപ്പറേഷനോ അങ്ങനെയൊന്നും വേണ്ട, ഒറ്റപ്പെടുന്നത് എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നതെന്ന് എനിക്ക് നന്നായിട്ടും അറിയാൻ പറ്റുന്നൊരു കാര്യമാണെന്ന് പറയുന്നുണ്ട്. ആ ടൈമിൽ തന്നെ ഇവരെ സംസാരം കേൾക്കാനായിട്ട് അങ്ങോട്ടേക്ക് മായും ജിന്നും പിന്നെ വാനും കൂടെ വന്നിട്ട് ഇങ്ങനെ മറങ്ങിയിരിക്കുന്നുണ്ട്. ആ ഒരു ടൈമിൽ ജയ പറയുന്നുണ്ട് ഫാമിനോട്, പക്ഷേ നിന്നെ ഞങ്ങൾ അങ്ങനെ ഒറ്റയ്ക്കാക്കുമെന്ന് വിചാരിക്കുകയും വേണ്ട, നിൻ്റെ കൂടെ എപ്പോഴും ഞങ്ങൾ ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. ആ ഒരു ടൈമിൽ ഫാമാണെങ്കിൽ മുമ്പ് എൻ്റെ പാരൻസ് ആണെങ്കിൽ എപ്പോഴും പറയുമായിരുന്നു ഈ ട്രൂ ലവ് എന്ന് പറയുന്ന കാര്യമേ എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന്. അത് മാത്രമല്ല അവരുടെ തമ്മിൽ സ്നേഹമൊന്നുമില്ല, ചുമ്മാ ഇങ്ങനെ ഇപ്പോഴും മാരേജ് ലൈഫായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നതേ ഉള്ളൂ. അതെനിക്കും അറിയാമെന്നുള്ള കാര്യമാണ്. എന്നാൽ എൻ്റെ പാരൻസ് ട്രൂ ലവ് ഇല്ലെന്ന് പറഞ്ഞെങ്കിലും ഞാനാണെങ്കിൽ ട്രൂ ലവ് ഉണ്ട്, എനിക്ക് വേണ്ടി ഒരാൾ വരും, ട്രൂ ലവ് ഉണ്ടെന്ന് എന്നെ വിശ്വസിപ്പിക്കുമെന്നൊക്കെ ഞാൻ കരുതിയിരിപ്പുണ്ടായിരുന്നു. എന്നാൽ വാൻ എന്നോട് എന്തൊക്കെയാണോ ചെയ്തത് അതിലൂടെ തന്നെ എനിക്ക് ട്രൂ ലവ് എന്ന് പറഞ്ഞ സംഭവം ഇല്ലെന്നും എൻ്റെ പാരൻസ് പറഞ്ഞത് ശരിയാണെന്നും എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയെന്ന് പറയുന്നുണ്ട്. ഇതെല്ലാം ഇങ്ങനെ മറങ്ങിന്ന് കേൾക്കുമ്പോൾ വാനിന് ഒരുമാതിരി സങ്കടമാവുന്നുണ്ട്. ഈ സമയം ജയാണെങ്കിൽ ഫാമിനെ സമാധാനിപ്പിച്ചിട്ട്, നിനക്കിനി ഇപ്പോൾ വാനും നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് നിൽക്കുമ്പോഴത്തേക്കും നിൽക്കാനായിട്ട് എന്തെങ്കിലും അൺകംഫർട്ടബിൾ ഫീലിംഗ് ഉണ്ടെങ്കിൽ കുറച്ച് നേരം ഞങ്ങൾ ഗ്രൂപ്പായിട്ട് വാനിൻ്റെ കൂടെ നിൽക്കും, ബാക്കി കുറച്ച് നേരം ഞങ്ങൾ ഗ്രൂപ്പായിട്ട് നിൻ്റെ കൂടെ വന്നിരിക്കും, എന്തായാലും ഞാനും ജിന്നുമായി ഒന്നും നിന്നെ ഒറ്റയ്ക്ക് വിടാൻ അങ്ങനെ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. ഈ സമയം ഇതെല്ലാം കേട്ടോണ്ടിരുന്നിട്ട് വാനാണെങ്കിൽ ജിന്നിൻ്റെ അടുത്തും മായയുടെ അടുത്തും അവൻ എന്നെ വല്ലാണ്ട് വെറുക്കുന്നുണ്ടായിരിക്കുമല്ലേ എന്നിങ്ങനെ പറയുന്നുണ്ട്. മായ അപ്പോൾ പിന്നല്ലാതെ നീ കാണിച്ചു കൂട്ടേന് അവൻ വെറുക്കുകയല്ലേ വേണ്ടേന്നിങ്ങനെ പറയുന്നുണ്ട്. ജിന്നപ്പോൾ മിണ്ടാതിരിക്കുക അങ്ങനെ പറയല്ലേ എന്ന് പറയുന്നുണ്ട്. ആ ഒരു ടൈമിൽ തന്നെ വാൻ്റെ നല്ല സങ്കടമാവുന്നുണ്ട്, അവനോട് നടന്നു പോകുന്നുണ്ട്, ഇവർ പുറകെ പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് അന്ന് വാനിനെ സ്റ്റേ ചെയ്യാനായിട്ട് ജിന്നും ചെയ്യും അവനെ കൂടെ അവരെ റൂമിലേക്ക് കൊണ്ടുവരുന്നതാണ്. അവിടെ വന്നു കഴിയുമ്പോഴത്തേക്കും വാനാണെങ്കിൽ നിങ്ങൾ വെറുതെ എന്നെയും നിങ്ങളോട് പിടിച്ച് നിർത്തിയിട്ട് ബുദ്ധിമുട്ടണം എന്നെനിക്കില്ല, ഞാൻ വേണമെങ്കിൽ തിരിച്ച് എൻ്റെ വീട്ടിലോട്ട് പോയിക്കോളാം, എനിക്ക് പ്രശ്നമുള്ള കാര്യമില്ല എന്ന് പറയുന്നുണ്ട്. ജിന്നപ്പോൾ അങ്ങനെയൊന്നുമില്ല, നീ ഞങ്ങളോട് നിന്നോളാനായിട്ട് പറയുന്നുണ്ട്. ആ സമയം വാനാണെങ്കിൽ ജയിൻ്റെ അടുത്ത്, അല്ല നീ ഇവിടെ താമസം തുടങ്ങിയിട്ട് കുറേ നാളായല്ലോ, നിനക്ക് വീട്ടിൽ പോകാൻ വേറെ ഉദ്ദേശമൊന്നും ഇല്ലേ എന്ന് ചോദിക്കുകയാണ്. ആ ടൈമിൽ ജയാണെങ്കിൽ ജിന്നിനെ ഹക്ക് ചെയ്തിട്ട്, ഞാൻ എൻ്റെ ബോയ് ഫ്രണ്ടിനെ വിട്ടിട്ട് എവിടെ പോകാനോ എന്ന് ചോദിക്കുന്നുണ്ട്. പെട്ടെന്ന് വാനാണെങ്കിൽ ബോയ് ഫ്രണ്ടോ എന്താ ഈ പറയുന്നതെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ ടൈമിൽ ഞങ്ങൾ പിന്നെ ബോയ് ഫ്രണ്ട്സ് അല്ലേ എന്നിങ്ങനെ പറയുന്നുണ്ട്. ജിന്നപ്പോൾ ഒന്നും മിണ്ടാതിരിക്കുക, ഒന്നും പറയാനുള്ള നേരമല്ല എന്ന് പറയുന്നുണ്ട്. വാന ടൈമിന് അപ്പം അതാണെന്നല്ലേ പരിപാടി, എനിക്ക് നേരത്തെ സംശയം ഉണ്ടായിരുന്നു, കുറച്ച് കാലമായി രണ്ടും കൂടെ എന്തൊക്കെയോ ഒളിച്ചു കളി തുടങ്ങിയിട്ട്, അപ്പോൾ ഇതായിരുന്നാലും ശരിക്കും സംഭവം ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയം ജിന്നാണെങ്കിൽ നേരത്തെ പറയണമെന്നുണ്ടായിരുന്നു, കറക്റ്റ് സമയം കിട്ടിയില്ല അതുകൊണ്ടാണെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് വാനിൻ്റെ അടുത്ത് പോയി കുളിച്ചിട്ടോ നമുക്ക് എന്നിട്ട് കിടന്ന് ഉറങ്ങാമെന്ന് പറയുന്നുണ്ട്. വാനപ്പോൾ ഞാൻ ഇവിടെ സോഫയിൽ കിടന്നോളാം, എനിക്ക് ബ്ലാങ്കറ്റ് വല്ലതും എടുത്ത് തന്നാൽ മതി എന്ന് പറയുന്നുണ്ട്. ജിന്നും ചെയ്യും അപ്പോൾ അതെന്താ നമ്മൾ മൂന്നുപേരും അല്ലെങ്കിൽ ഒരുമിച്ച് ബെഡിൽ കിടന്ന് ഉറങ്ങിയിട്ടുണ്ടല്ലോ എന്ന് പറയുന്നുണ്ട്. വാനപ്പോൾ അയ്യോ അത് വേണ്ടേ, ഇനിയിപ്പോൾ ഞാനും കൂടെ അവിടെ ബെഡിൽ വന്ന് കിടക്കുന്ന ടൈമിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യണേ കണ്ടോണ്ട് കിടക്കേണ്ട അവസ്ഥ വരുമല്ലോ, അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ കിടന്നോളാം എന്ന് പറയുന്നുണ്ട്. ആ ടൈമിൽ ജിന്നാണെങ്കിൽ പിന്നെ അത് അങ്ങനെയൊന്നും ഇല്ലയെന്ന് പറയുന്നുണ്ട്. ആ സമയം വാനാണെങ്കിൽ എനിക്ക് നീ ഒരു ബ്ലാങ്കറ്റും പില്ലോയും എടുത്ത് തന്നാൽ മതി, പിന്നെ മാറ്റിയിടാൻ ഡ്രസ്സും കൂടെ തരാനായിട്ട് പറയുന്നുണ്ട്. ആ ടൈമിൽ ജിന്ന് അതൊക്കെ തരാം, പിന്നെ നിൻ്റെ ബാക്കിയുള്ള ഡ്രസ്സെല്ലാം ഫാം പാക്ക് ചെയ്തിട്ട് മായിൻ്റെ ആയി കൊടുത്ത് വിടാമെന്ന് പറയും, നിനക്ക് മായ കൊണ്ട് തരുമെന്ന് പറയുന്നുണ്ട്. ആ ഒരു ടൈമിന് ജയാണെങ്കിൽ എങ്കിൽ ശരി ഞങ്ങൾ റൂമിൽ ഉറങ്ങാൻ പോവാണ്, വാ ബേബി നമുക്ക് നമ്മുടെ പരിപാടി തുടങ്ങാമെന്നും പറഞ്ഞിട്ട് ചുമ്മാ ഇട്ട് വാനായിട്ട് ഇളക്കിയിട്ട് ജയാണെങ്കിൽ ജിന്നിനെ വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്.
വാനാണെങ്കിൽ ഇത് എത്ര കാലം കാണേണ്ട ഒരു ഈശ്വരാന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനുശേഷം പിന്നീട് ജിന്നു പോയി കുളിച്ചിട്ടൊക്കെ വരുന്നുണ്ട്. ജിന്നും ജയ് ഉറങ്ങാനായിട്ടൊക്കെ കിടക്കുന്ന ടൈമിൽ കുറച്ച് റൊമാൻറ്റിക് ആവാനായിട്ടൊക്കെ ജയ് നോക്കുന്നുണ്ട്. ജിന്നപ്പോൾ മര്യാദയ്ക്ക് അടങ്ങി കിടക്കാൻ പറഞ്ഞിട്ട് അവനെ ഹഗ് ചെയ്ത് തന്നെ കിടക്കാണ്. ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ നിനക്കാണെങ്കിൽ നേരെ ഉറങ്ങാൻ പറ്റുമോ എന്ന് ഇങ്ങനെ ജയ് ചോദിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ നടന്ന് ഉറങ്ങിക്കോളാം, കാരണം നീ രാത്രി എഴുന്നേറ്റ് നടക്കുമെന്ന് എനിക്ക് പേടിയുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. മാത്രമല്ല ഇപ്പോൾ ഫാം എങ്ങനെയായിരിക്കും ഉണ്ടാവുക, അവൻ ഓക്കെ ആയിരിക്കുമെന്ന് ഇപ്പോൾ ജിന്ന് വിചാരിക്കുന്നുണ്ട്. ആ ഒരു ടൈമിന് ഫാമിനെ കാണിക്കുകയാണെങ്കിൽ അവനും വാനും ഒരുമിച്ച് നിന്നെടുത്ത ഫോട്ടോസ് എല്ലാം അവനിപ്പോൾ ഇങ്ങനെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നോക്കുമ്പോൾ തൊട്ടടുത്ത് മായി കിടന്ന് ഉറങ്ങുന്നുണ്ട്. എന്നാൽ മായിയാണെങ്കിൽ നന്നായിട്ടൊന്നും ഉറങ്ങിയിട്ടില്ല. അപ്പോൾ ഫാം ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോൾ മായി പതുക്കെ എഴുന്നേറ്റിട്ട് നീ പേടിക്കണ്ട, അവൻ നിന്നെ സ്നേഹിച്ചില്ലേലും ഞാൻ നിന്നെ സ്നേഹിക്കും, ഐ ലവ് യു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഹാർട്ടൊക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. ആട്ടവന് മര്യാദ കിടന്ന് ഉറങ്ങണമെന്ന് ഫാമും പറയുന്നുണ്ട്. അടുത്ത് വാനിനെ കാണിക്കുമ്പോഴത്തേക്കും അവനാണെങ്കിൽ ഇപ്പോൾ സോഫയിൽ ഉറങ്ങാനേ കിടക്കുന്നുണ്ട്. എന്നാൽ അവൻ ഉറങ്ങുന്നില്ല. പകരം അവനാണെങ്കിൽ ഫാമുമായിട്ടുണ്ടായിരുന്ന കുറേ മെമ്മറീസൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്ന അടുത്ത ദിവസം രാവിലെ മായും ഫാമും കൂടെ ആയിട്ട് കോളേജിലേക്ക് പോകാനായിട്ട് റെഡി ആവുന്നതാണ്. ആ സമയം മായാണെങ്കിൽ വേറൊരു സോക്സിൻ്റെ പെയർ കൊണ്ടുവരാനായിട്ട് മറന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നിൻ്റെ ഏതെങ്കിലും സോക്സ് എടുത്തോട്ടെ എന്ന് ചോദിച്ചിട്ട് അവിടെ ഇരിക്കുന്നൊരു പെയർ സോക്സ് എടുക്കുന്നുണ്ട്. പക്ഷേ ആ ഒരു സോക്സ് ആണെങ്കിൽ ഫാം അവൻ്റെ അടുത്തുനിന്ന് പിടിച്ച് വാങ്ങിച്ചിട്ട് ഇത് തരാൻ പറ്റില്ല, നീ വേറെ ഏതെങ്കിലും എടുത്ത് ഇട്ടോളാനായിട്ട് പറയുന്നുണ്ട്. മായപ്പോൾ അതെന്താ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അതിന് ഫാമാണെങ്കിൽ മറുപടിയൊന്നും പറയുന്നില്ല. ആ ഒരു സോക്സ് എടുത്ത് മാറ്റി വെച്ചിട്ട് വാ സമയമെന്നും പറഞ്ഞിട്ട് അവൻ ഇറങ്ങി പോകുന്നുണ്ട്. എന്നാൽ മായി പോവാതെ 3 സ്റ്റെപ്പ് ഫ്രണ്ടിൽ 5 സ്റ്റെപ്പ് ബാക്കിൽ എന്നും പറഞ്ഞിട്ട് സ്റ്റെപ്പ് ഇട്ട് ഓരോ ഡാൻസൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഫാം തിരിച്ച് കയറുന്നുണ്ട്. എടാ നിന്നോടെല്ലാം ഇറങ്ങി വരാൻ പറഞ്ഞെന്ന് വെച്ചുകൊണ്ട് അവനെ വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ക്ലാസ്സിലേക്ക് ചെന്നിരിക്കുമ്പോഴത്തേക്കും ഇവർക്ക് പുതിയ അസൈൻമെൻറ്റ് കിട്ടിയിട്ടുണ്ട്. ഏതെങ്കിലും ഡിസൈനൊക്കെ കണ്ടുപിടിച്ചിട്ട് അതിലൊരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട്. എന്നാൽ എത്ര ആലോചിച്ചിട്ടും വാനിന് മാത്രം ഒരു ഐഡിയയും കിട്ടുന്നില്ല. അങ്ങനെ വാനിങ്ങനെ പെട്ടിരിക്കുന്നുണ്ട്. ഐഡിയ ഒന്നും കിട്ടുന്നില്ല എന്ന് ബാക്കിയുള്ളവർ ചോദിക്കുമ്പോൾ അവനില്ല എന്ന് പറയുന്നുണ്ട്. ഈ സംസാരമെല്ലാം തന്നെ ഫാം കേൾക്കുന്നുണ്ടായിരുന്നു. ഫുഡ് കഴിക്കാൻ ചെന്നിരിക്കുമ്പോഴായപ്പോലും വാൻ മാത്രം ഒന്നും കഴിക്കുന്നില്ല. അവരൊക്കെ നീ കഴിക്കുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ വേണ്ടാന്ന് അവൻ പറയുന്നുണ്ട്. അപ്പോൾ ജിൻ പറയുന്നുണ്ട് നീ രാവിലെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചില്ല, ഇപ്പോൾ ഉച്ചയ്ക്ക് ലഞ്ചും കഴിക്കുന്നില്ല, നീ ഇങ്ങനെ കഴിക്കാതിരുന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും പറ്റിപ്പോകുന്നു. ഇതെല്ലാം തന്നെ ഫാം കേൾക്കുന്നുണ്ട്. എന്നാൽ ഫാം മൈൻഡ് ചെയ്യുന്നില്ല. അവൻ അവൻ്റെ കാര്യം നോക്കി അവൻ ഇരുന്ന് ഫുഡ് കഴിക്കുകയാണ്. പിന്നീട് മായി അവൻ്റെ ക്ലാസ്സിൽ പോകുമ്പോഴത്തേക്കും വാനാണെങ്കിൽ ആ ക്ലാസ്സിലുള്ളൊരു സ്റ്റുഡൻ്റ് അല്ലെങ്കിൽ പോലും അവനാണെങ്കിൽ മായയുടെ കൂടെ ചെന്നിരിക്കുന്നുണ്ട്. എന്തിനാണ് ഇങ്ങോട്ടേക്ക് വന്നതെന്ന് വെച്ചപ്പോൾ അത് പിന്നെ ഫാമിന് അൺകംഫർട്ടബിൾ ആക്കാനായിട്ട് തനിക്ക് താല്പര്യമില്ല എന്ന് പറയുന്നുണ്ട്. ആ ടൈമിന് മായാണെങ്കിൽ നീ ആഹാരം കഴിക്കുന്നില്ല, നേരെ വർക്ക് ചെയ്യുന്നില്ല, ഫുള്ള് വിഷമിച്ചിരിക്കുന്നു, ഇതിൽ നിന്ന് തന്നെ എല്ലാ ലക്ഷണങ്ങളും എനിക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് പറയാണ്. ആ ടൈമിന് എന്ത് ലക്ഷണമെന്ന് തിരിച്ച് വാൻ ചോദിക്കുന്നുണ്ട്. ആ സമയം വേറെന്ത് ഹാർട്ട് ബ്രേക്കിൻ്റെ തന്നെ ഞാൻ മുമ്പ് എൻ്റെ എക്സുമായിട്ട് ബ്രേക്കപ്പ് ആയപ്പോൾ ഇതേ അവസ്ഥയിലായിരുന്നു, ഇതുപോലെ ഉണങ്ങിയ ഒരു വെജിറ്റബിളിനെ പോലെ ഇരിപ്പുണ്ടായിരുന്നു, നീ ഇപ്പോൾ അതേ സെയിം സിറ്റുവേഷനിലാണെന്ന് പറയുന്നുണ്ട്. ആ ടൈമിന് അപ്പം ഞാൻ ഹാർട്ട് ബ്രേക്ക് ആയിരിക്കുകയാണെന്നാണ് നിനക്ക് തോന്നിയെന്ന് ചോദിക്കുമ്പോൾ പിന്നല്ലാണ്ട് അത് തന്നെയാണ്, നീ ഫാമും തമ്മിൽ വീണ്ടും ഒന്നിക്കണമെന്നോ എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ വീണ്ടും ഫ്രണ്ട്സായിട്ടിരിക്കാൻ പാടില്ലെന്നൊന്നുമില്ലല്ലോ. പിന്നെ നിങ്ങളാണെങ്കിൽ ഈ പ്രശ്നം സോൾവ് ചെയ്തിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ എനിക്ക് തീരെ യോജിപ്പില്ല. എന്താണെന്ന് വെച്ചാൽ തീർക്കാൻ നോക്കും. ലവേഴ്സ് ആയില്ലെങ്കിലും ഫ്രണ്ട്സായിട്ട് ഇങ്ങനെ മുന്നോട്ട് തുടരാമല്ലോ എന്ന് പറയുന്നുണ്ട്. ആ ടൈമിന് വാനും അത് ശരിയാണെന്ന് തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ക്ലാസ് കഴിഞ്ഞിട്ട് ഫാം വരാനായിട്ട് ഫാമിൻ്റെ കാറിൻ്റെ അവിടെ വാനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. ഫാം വന്നുണ്ടെങ്കിൽ തന്നെ ഫാം എനിക്കിനോട് സംസാരിക്കാനുണ്ട്, ഐ എം സോറി എന്നൊക്കെ പറയാണ്. ആ ടൈമിന് ഫാം ആണെങ്കിൽ അത്രയല്ലേ പറയാനുള്ളൂ എന്നിങ്ങനെ ചോദിച്ചിട്ട് അവനെയും തള്ളി മാറ്റിയിട്ട് ഫാം അവൻ്റെ വണ്ടി എടുത്ത് പോകുന്നുണ്ട്. അടുത്ത് ജെയിനെയും ജിന്നിനെയും കാണിക്കുകയാണെങ്കിൽ അവർ രണ്ടുപേരും ഇപ്പോൾ ജിന്നിൻ്റെ വീട്ടിലേക്ക് എത്തുമ്പോഴത്തേക്കും ജിന്നിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ജിന്നുണ്ടെങ്കിൽ തന്നെ അവൻ്റെ അമ്മേനെ കോൾ ചെയ്തിട്ട് ഞാൻ വരുമ്പോഴത്തേക്കും അമ്മ ഇവിടെ ഇല്ലായിരുന്നല്ലേ, കുഴപ്പമില്ല, അമ്മ ഇപ്പോൾ പുറത്ത് കറങ്ങി കിടക്കയില്ലേ, തിരിച്ചു വരുമ്പോഴത്തേക്കും എൻ്റെ മനസ്സ് മാറ്റിച്ച് എനിക്ക് അമ്മയുടെ അടുത്തുള്ള പിണക്കമൊക്കെ മാറ്റിയിട്ട് വന്ന് മിണ്ടിയാൽ മതി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്യുന്നുണ്ട്. ആ സമയം ചെയ്യുകയാണെങ്കിൽ നീ എന്തിനാ വിഷമിക്കുന്നത്, നിനക്കാണെങ്കിൽ ബെഡ്റൂമിൽ ഒരു കൂട്ടുകാരനായിട്ട് ഞാനിവിടെ ഇല്ലേന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. ആ സമയം ജിന്നാണെങ്കിൽ കുഴപ്പമില്ല സാരമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കുന്നുണ്ട്. എന്നിട്ട് അവൻ സീരിയസ് ആയിട്ടിരുന്നിട്ട് എന്തോ ആലോചിക്കുന്നുണ്ട്. അത് ശ്രദ്ധിച്ചിട്ട് ജയാണെങ്കിൽ എന്തോ പറ്റുന്നതിന് കാര്യമുണ്ടോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. ജിന്നപ്പോൾ ഒന്നുമില്ല എന്ന് പറയുമ്പോൾ ജയാണെങ്കിൽ നിൻ്റെ അമ്മ എവിടെ ആയിരിക്കുമോ പുറത്ത് പോയിരിക്കുന്നതിനെ പറ്റി നിനക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. ആ സമയം ആ ആളെ കാണാൻ പോയതാണോ എന്ന് എനിക്ക് സംശയമുണ്ടെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. ആ സമയം നിൻ്റെ അച്ഛനെക്കുറിച്ചാണ് നീ പറയുന്നതെന്ന് വെച്ചപ്പോൾ എനിക്ക് അച്ഛനില്ല എന്ന് അവൻ തിരിച്ച് ദേഷ്യത്തിൽ പറയുന്നുണ്ട്. ആ സമയം ജയയ്ക്ക് ഓൾറെഡി എന്താണ് നടക്കുന്നത്, അച്ഛനും അമ്മയും തമ്മിൽ വീണ്ടും മീറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യമൊക്കെ അറിയാമെന്നുള്ളതുകൊണ്ട് തന്നെ നീ ഇപ്പോൾ ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്ക്, ചിലപ്പോൾ അവർ ഒന്നിച്ചാലോ എന്നിങ്ങനെ പറഞ്ഞു തുടങ്ങുന്നതും ജിന്നാണെങ്കിൽ അങ്ങനെ ഒന്നും ഇമാജിൻ ചെയ്യണില്ല. എനിക്കാണെങ്കിൽ അവർ ഒന്നിക്കണമെന്നില്ല. പിന്നെ അയാളാണെങ്കിൽ ചെയ്തു കൂട്ടിയ കാര്യങ്ങളൊന്നും തന്നെ ഞാൻ മറന്നിട്ടില്ല. എന്തൊക്കെയാണേലും അയാൾ എന്നെ എൻ്റെ അമ്മേനെ ഒന്നും പ്രൊട്ടക്റ്റ് പോലും ചെയ്യാതെ ഇട്ട് കളഞ്ഞിട്ട് പോയതാണ്. അതിൻ്റെ വിഷമം അമ്മയ്ക്കും മാറിയിട്ടുണ്ടാകത്തില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. പിന്നെ എങ്ങനെ അവർ ഒന്നിക്കാനാ, അമ്മ പുതിയൊരാളെ ഡേറ്റ് ചെയ്താലും എനിക്ക് യാതൊരു കുഴപ്പമില്ല, പക്ഷേ അയാൾ മാത്രം തിരിച്ചെൻ്റെ ലൈഫിലേക്ക് വരരുതെന്ന് പറയുന്നുണ്ട്. ജയ അപ്പോൾ ഇങ്ങനെ മിണ്ടാതിരിക്കുന്നുണ്ട്, കാരണം പ്രശ്നമാവുമെന്ന് അവന് മനസ്സിലാവുന്നുണ്ട്. ആ ടൈമിന് ജിന്നാണെങ്കിൽ നീ എന്തെങ്കിലും മിണ്ടാതിരിക്കുന്നത്, നീ നിൻ്റെ ബോയ് ഫ്രണ്ടായിട്ടുള്ള എൻ്റെ കൂടെയല്ലേ നിൽക്കേണ്ടത്, എൻ്റെ അച്ഛൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് അയാൾ ഓട്ടിച്ച് വിടാമെന്ന് പറയുന്നുണ്ട്. ആ സമയം ചെയ്യുകയാണെങ്കിൽ ഓക്കെ ഓക്കെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ ജിന്നിന് ഭയങ്കര സന്തോഷമാകുന്നുണ്ട്. ഞാനിപ്പോൾ നല്ല മൂഡിലാണ്, നിന്നെ ഞാൻ കുളിപ്പിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അവനെ വലിച്ചെടുത്തുകൊണ്ട് പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നൈറ്റ് ആകുമ്പോഴത്തേക്കും ഫാമിനെ കാണാനായിട്ട് വാൻ അവൻ്റെ വീട്ടിലേക്ക് പോകുന്നതാണ്. വാൻ ചെന്നിട്ട് ഫാം
ഫാം എന്നൊക്കെ പറഞ്ഞ് തട്ടി വിളിക്കുന്നുണ്ട്. ഫാമാണെങ്കിൽ ഡോറിൻ്റെ അവിടെ വന്ന് നിൽക്കുന്നുണ്ട്. തുറക്കണോ വേണ്ടെന്നുള്ള കൺഫ്യൂഷനിൽ കൊട്ട് കൊട്ടി കഴിയുമ്പോഴത്തേക്കും വാൻ പിന്നെ അവിടെ ശല്യം ചെയ്യുന്നില്ല, അവനങ്ങ് പോവുകയാണ്. അപ്പോൾ ഫാമിന് ടെൻഷൻ ആവുന്നുണ്ട്, അവൻ പൊക്കാണോ ശരിക്കും അവൻ പോയോ എന്നൊക്കെ. അങ്ങനെ ഫാം പതുക്കെ ഡോർ ഓപ്പൺ ചെയ്യാണ്. നോക്കുമ്പോൾ അവിടെ സൈഡിലുള്ള ബെഞ്ചിൽ വാൻ ഇങ്ങനെ കിടന്നുറങ്ങുന്നതാണ് കാണുന്നത്. അങ്ങനെ ഫാം പോയിട്ട് ഒരു ബ്ലാങ്കറ്റൊക്കെ വന്ന് അവന് മൂടി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അവനും അങ്ങ് വീടിനകത്തേക്ക് കയറി പോവാണ്. പിന്നീട് കാണിക്കുന്നത് ജയാണെങ്കിൽ അവൻ്റെ വീട്ടിലോട്ട് തിരിച്ചു പോയി കുളിക്കുകയൊക്കെ ചെയ്ത ശേഷം ബാൽക്കണിയിൽ അവിടെ വന്ന് നിന്നിട്ട് ജിന്നിൻ്റെ ബാൽക്കണിയിലേക്ക് ടോർച്ച് അടിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു ലൈറ്റ് കണ്ടിട്ട് ജിന്നും അങ്ങോട്ടേക്ക് വന്നേക്കുന്നുണ്ട്. ആ സമയം ജയാണെങ്കിൽ ഞാനിപ്പോൾ കുളിച്ചെല്ല സുന്ദരനായിട്ടുണ്ട്, എൻ്റെ അടുത്തേക്ക് വരുന്നുണ്ടോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ജിന്നപ്പോൾ ഇല്ലയെന്നാണ് പറയുന്നത്. എന്നാൽ കുറച്ച് കഴിയുമ്പോൾ ജയാണെങ്കിൽ ജിന്നിൻ്റെ റൂമിലേക്ക് പോകുന്നുണ്ട്. അവിടെ രണ്ടിനും കുറച്ച് റൊമാൻറ്റിക്കൊക്കെ ആവാനായിട്ട് തുടങ്ങുന്നുണ്ട്. ആ ടൈമിൽ ജിന്നാണെങ്കിൽ എന്താ ഉദ്ദേശം എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും ജയാണെങ്കിൽ എന്ത് ഉദ്ദേശം, ജസ്റ്റ് റൊമാൻറ്റിക് ആവാൻ നോക്കിയതാണെന്നൊക്കെ പറയുന്നുണ്ട്. ജിന്നപ്പോൾ എഴുന്നേറ്റ് മാറിക്കെന്ന് പറഞ്ഞിട്ട് അവനെ മാറ്റുന്നുണ്ട്. ജിന്ന് പോയിട്ട് ബാൽക്കണിയിൽ അവിടെ ആയിട്ട് ഒരു കസേര എടുത്ത് വെക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, നീ ഉറക്കത്തിൽ നടക്കുകയാണെങ്കിൽ എനിക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. അതായത് അവനിപ്പോൾ നടന്നു പോകുന്നുണ്ടെങ്കിൽ ആ കസേര തട്ടി നിൽക്കും. ആ സമയം ജിന്നും ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിട്ട് ജയനെ തടയാനായിട്ട് പറ്റും. അതും പറഞ്ഞുകൊണ്ട് ജിന്ന് നേരെ ജയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. ജിന്ന് തന്നെ നീ തുടങ്ങിച്ച് ഞാൻ കണ്ടിന്യൂ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവനെ കിസ് ചെയ്തുകൊണ്ട് രണ്ടുപേരും റൊമാൻറ്റിക് ആയിരിക്കുകയും കാണിച്ചുകൊണ്ടാണ് ഈ ഒരു എപ്പിസോഡ് ഇവിടെ എൻഡ് ആവുന്നത്. സോ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ ഇട്ട് വരുന്നവരെ ബൈ.